ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് മെഷീനോ സ്കാനറോ അല്ലെങ്കിൽ പ്രിൻ്ററോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് KVR സിസ്റ്റംസിൽ കോൺടാക്ട് ചെയ്താൽ കാനൻ്റെ മെഷീൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വിലക്കുറവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സപ്പോസ് നമ്മുടെ ഫോണിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഉപയോഗിക്കണം എന്ന് തോന്നുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ നോർമലി ചെയ്യാറ്? നമ്മൾ ജസ്റ്റ് whatsapp.com അല്ലെങ്കിൽ whatsappweb.com പോയിട്ട് നമ്മുടെ വാട്സപ്പ് വെബാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതായത് നമ്മുടെ ഫോൺ ആ സമയത്ത് ഓൺലൈനിൽ വേണം, അതായത് നമ്മുടെ ഫോൺ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വാട്സപ്പ് വെബ് എടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലാപ്പിലോ വാട്സപ്പ് വെബ് എടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാറാണ് പതിവ്. എന്നാൽ നമ്മുടെ ഫോണൊന്ന് കേടായാലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലോ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലാപ്പിലോ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഫോൺ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഈ വാട്സപ്പ് ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറിയിട്ട് ബ്ലൂസ്റ്റാക്സ് എന്നൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലാണ് നിങ്ങൾ എത്തുക. അവിടെ ഡൗൺലോഡ് ബ്ലൂസ്റ്റാക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒരു ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. അതിൽ നമ്മൾ റൺ കൊടുക്കുക. റൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 സെക്കൻഡ് എടുക്കും. 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ നൗ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. അവിടെ ഒരു 542 MB നമുക്ക് ഡൗൺലോഡിങ് ചെയ്യാനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് സമയം എടുക്കുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഒരു ഓതറൈസ്ഡ് സോഴ്സിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫോൺ കേടായ സമയത്ത് ഒരു ആൾട്ടർനേറ്റീവ് എൻ്റെ വാട്സപ്പ് എനിക്ക് ഈ ലാപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞൊരു സംഭവമാണിത്. സോ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന മെയിൽ ID ഒന്നും നിങ്ങളുടെ ഒറിജിനൽ മെയിൽ ID ഒന്നും രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ഒപ്പം ഈ പേയ്മെൻറ്റ് അപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് വാട്സപ്പ് മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുക, പ്ലേ സ്റ്റോറിലുള്ള ഒരുവിധം എല്ലാ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാൻ കഴിയും. ഹൈ പെർഫോമൻസ് വേണ്ടാത്ത, അതായത് നമ്മുടെ ഗെയിമിങ്ങും അതുപോലുള്ള പർപ്പസിനൊന്നും അല്ലാത്ത സാധാരണ കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ സ്റ്റെപ്പൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിക്കോളും. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഇതിൻ്റെ ഡൗൺലോഡിങ്ങും ഇൻസ്റ്റാളേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ആ ഒരു വിൻഡോ പോയിട്ട് മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. മറ്റൊരു വിൻഡോ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ബ്ലൂസ്റ്റാക്സ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു ലോഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും, ഒരു 10-20 സെക്കൻഡ് എടുക്കും. പിന്നെ നമ്മളോട് സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. പ്ലേ സ്റ്റോറിലേക്ക് ഒരു മെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാനാണ്. ജസ്റ്റ് അതിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. നമുക്ക് വേണ്ട ഇമെയിൽ ID കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം. ഇവിടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിലേക്കാണ് നമ്മൾ പോവുക. പ്ലേ സ്റ്റോറിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ്, അത് ഏത് ആപ്ലിക്കേഷൻസ് ആയാലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ വാട്സപ്പാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വാട്സപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ചെക്കിങ് ഇൻഫോ എന്ന് പറഞ്ഞ പ്രോസസ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആകുമായിരിക്കും. നമ്മുടെ മൊബൈലിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ കാണാമല്ലോ, അത് സെയിം സാധനമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിവിടെ മെയിൽ ID കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാണ്. പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോക്സാണ് വരിക. അവിടെ നമ്മൾ ഐ എഗ്രി കൊടുക്കുക. ഐ എഗ്രി കൊടുത്താൽ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് റീഡാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ ചെക്കിങ് ഇൻഫോ കൊണ്ട് ബുദ്ധിമുട്ടായി. അതിപ്പോൾ കഴിയും. അത് ഒരു കുറച്ച് സമയം ഉണ്ടാവും, ചില സമയത്ത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞു നമ്മളിവിടെ ആക്സെപ്റ്റ് കൊടുക്കുകയാണ്. ബാക്കപ്പ് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുക.
അക്സെപ്റ്റ് കൊടുത്താൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യാണ്. ഇനിയൊന്നുമില്ല കേട്ടോ, നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മൾ എങ്ങനെയാണോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ഓപ്പൺ കൊടുക്കുക. ഇവിടെ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്കിവിടെ മുകളിൽ ടാബ്സ് ആയിട്ട് കാണാം, പ്ലേ സ്റ്റോർ അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസ് ആയിട്ട് കാണാം. നമ്മൾ റീസെൻ്റ് ആയിട്ട് എടുക്കില്ലേ, റീസെൻ്റ് ആപ്ലിക്കേഷൻസ് എടുക്കില്ലേ, അതുപോലെ തന്നെ മുകളിലായിരിക്കും ഇവിടെ കാണുകയെന്നുള്ളൂ. ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ ജസ്റ്റ് നോട്ട് നൗ കൊടുത്താൽ മതി. സ്വിച്ച് മോഡ് ആൻഡ് റീസ്റ്റാർട്ട് കൊടുക്കണമെന്നില്ല. ഞാൻ നോട്ട് നൗ കൊടുത്താണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും നോട്ട് നൗ കൊടുത്താൽ മതി. മറ്റേ ഞാൻ കൊടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നമ്പർ അടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ നമ്പർ ചെയ്യുന്നില്ല, അതൊക്കെ നിങ്ങൾ ചെയ്തോളാം. അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മുടെ നമ്പർ കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മുകളിൽ കണ്ടില്ലേ വാട്സപ്പ് കൂടി വന്നത് പ്ലേ സ്റ്റോറിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മുകളിൽ ഇങ്ങനെ കാണിക്കും. അതായത് നമ്മുടെ ഫോണിലെ റീസെൻറ്റ് ബട്ടണിന് പകരം ഈ ഒരു മുകളിലായിരിക്കും കാണിക്കുന്നത് മാത്രം. ഇതല്ലാതെ ഉള്ള കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം പ്ലേ സ്റ്റോറിൽ. കണ്ടോ, ഇതാണ് പ്ലേ സ്റ്റോർ. നമ്മുടെ ഫോണിൽ എങ്ങനെയാണോ പ്ലേ സ്റ്റോർ ഉള്ളത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഗെയിംസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റുന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. വാട്സപ്പ് തന്നെ ചെറിയ തോതിൽ ഹാങ് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക, കാരണം നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ അനലിറ്റിക്സ് നോക്കുന്ന സമയത്ത് ഒട്ടനവധി പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോസ് കണ്ടുപോകുന്നവരാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.